ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ്. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടാണ് ഇന്ന് നീച്ചിട്ടുള്ളത് കേട്ടോ. ഇന്ന് വെട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. തലേദിവസം മഴ പെയ്യുകൊണ്ട് മരമൊക്കെ നനഞ്ഞതാണല്ലോ, അപ്പോൾ പിന്നെ വെട്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ നേരം വെളുത്തിട്ടാണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ എല്ലാം സാവകാശം മതിയല്ലോ വിചാരിച്ചിട്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തി കൊടുത്തു. അമ്മ അത് ചുടുകയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, ഒരു കുറുമക്കറി പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ ഉള്ളിയും കിഴങ്ങൊക്കെ നന്നാക്കുകയാണ്. അപ്പോൾ അമ്മ പറയായിരുന്നു കേട്ടോ, ചപ്പാത്തി ഒരു സുഖം പോരല്ലേ എന്നുള്ളത്. നമ്മൾ പൊടിപ്പിച്ച പൊടിയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇത് റേഷൻ കടയിൽ നിന്ന് 2 പാക്കറ്റ് പൊടി കിട്ടുമല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്താ പറയുക, ഒരു അരിപ്പൊടി പോലെ കേട്ടോ. കഴിക്കാം. ടേസ്റ്റ് കുറവായിട്ടൊന്നും തോന്നിയില്ല, എന്നാലും കുറച്ച് ടേസ്റ്റ് കുറവ് തന്നെയാണ്. അപ്പം അമ്മ അതവിടെ ചുടുന്നുണ്ട്. അപ്പം ഞാൻ വേഗം കുക്കറിലുണ്ട് കറിയാക്കാൻ വിചാരിച്ചു. 7 മണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ നീച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു 8-8:30 കഴിഞ്ഞാൽ എണ്ണം ഒക്കെ നീക്കും കേട്ടോ. അപ്പോൾ പിന്നെ ചായ കുടിക്കണം. അപ്പോൾ വേഗം ആവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടോ. അപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒക്കെ ഒന്ന് മൂപ്പിച്ചു. അതിനുശേഷം ഉള്ളിയും കിഴങ്ങും, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് 2 വിസിൽ അടിക്കാനായിട്ടാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയി കാണിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ആ കുക്കർ നല്ല പൊങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ക്യാമറ ഒരാൾ പിടിച്ചു തരണം. അപ്പോൾ മക്കളൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കണത്. അപ്പോൾ തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടുണ്ട് അടിച്ചെടുത്താൽ പെട്ടെന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ എടുക്കാൻ. എനിക്കങ്ങനെ തേങ്ങാപ്പാൽ എടുക്കൽ ഒരു പണിയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അമ്മ അങ്ങനെ പറയട്ടോ, ഇനിയിപ്പോൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കണ്ട, അതിനൊക്കെ പണിയല്ലേ എന്ന് അറിയട്ടോ. തേങ്ങ അരച്ചുകൊണ്ട് പറഞ്ഞാൽ സുഖമല്ലേ അറിയും. പക്ഷെ നമ്മൾ ആ തേങ്ങ അരച്ചതാണ് പിഴിഞ്ഞാൽ മതിയല്ലോ അരിപ്പയിൽ ഒഴിച്ചിട്ട്. അപ്പോൾ വേഗമുണ്ട് തേങ്ങാപ്പാൽ എടുക്കാൻ. അപ്പോൾ അതാ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും 2 വിസിലടിച്ചിട്ട് ഞാൻ അവിടെ ഓഫാക്കിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് സ്പൂണ് വെച്ചിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് കുരുമുളകും ചേർക്കും കേട്ടോ. അപ്പോൾ എല്ലാ പൊടികളും കൂടി ആകുമ്പോഴത്തേന് എരിവ് കയറാൻ പറ്റൂല. മക്കൾക്കും കൂടിയും കഴിക്കാൻ കൊടുക്കേണ്ടതല്ലേ. എന്നാൽ തന്നെ ഓല ഒരുവിധം എരിവൊക്കെ കൂട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ കറിക്ക് തേങ്ങാപ്പാലണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ കറി ഒന്നുകൂടി ലൂസ് ആവണം തോന്നി. അപ്പോൾ ഇവിടെ എപ്പോഴും കറി ആയിട്ടിരിക്കണം കേട്ടോ. കുറുകി ഇരുന്നിട്ടുണ്ടെങ്കിൽ കണ്ണനാണ് കുറുകിയത് ഇഷ്ടം, പക്ഷേങ്കിൽ ഇവർക്ക് നല്ലോണം കറി വേണം. അപ്പോൾ ഇതിലേക്ക് മല്ലിയിലയൊന്നും ഇല്ല. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാവുന്ന ആഫ്രിക്ക മല്ലിയിലല്ലേ, അത് കണ്ണൻ കൊണ്ടുവന്നു തന്നു. അപ്പോൾ അതിന് കണ്ണൻ നീച്ചിരുന്നു കേട്ടോ. പിന്നെ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി കേട്ടോ. എനിക്ക് ഈ കുക്കർ എടുക്കണ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ആ കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചപ്പാത്തി ആയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയും കറിയും ചായയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞിട്ട് ചോറിനുള്ള വെള്ളം വെച്ച് അരി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും പുളിയൊക്കെ ഒഴിച്ചിട്ട് കറി വെക്കണം. പിന്നെ ഉണക്കമ്മ ഇതാക്കണം മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് വൈകി എഴുന്നേറ്റാലും പെട്ടെന്ന് പണികൾ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയും മുളകും വറുത്തിട്ട് പൊടിച്ചിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറിയൊക്കെ അവിടെ ആയിട്ടുണ്ട്. വെണ്ടയ്ക്കും തക്കാളിയും കറി വെക്കുന്നത് ഒരുപാട് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. പിന്നെ അതാ ഒരു തട്ടിക്കൂട്ട് അവിയലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വാഴയ്ക്ക ഉണ്ടായിരുന്നു, അതുപോലെ വെള്ളരിക്ക, ക്യാരറ്റ്, മുരിങ്ങക്കായ, പയർ, ഇത്ര മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് തൈര് ഒഴിച്ചിട്ട് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചതച്ചിട്ടിട്ട് ഒരു അവിയൽ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അവിയൽ തന്നെ ചേനയും കയ്പയൊന്നും ഇല്ലയെന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോഴല്ലേ നമ്മുടെ അവിയലിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടും കേട്ടോ. അപ്പോൾ ഉണക്കമീനും വറുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കറികൾ വെക്കണമെന്ന് ഡീറ്റെയിൽ ആയി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവിയൽ വെക്കാൻ അറിയാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ അത് ഒരു 9:30 ആയപ്പോഴേക്കും കറികളൊക്കെ ആയി. ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് 9:30 ആയപ്പോഴേക്കും ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദോട്ടനും ഞാനും ഉള്ളു ഇനി ചായ കുടിക്കാൻ, ബാക്കി എല്ലാവരും കുടിച്ചു. അപ്പം ഞാനും നന്ദോട്ടനും കൂടി ചപ്പാത്തിയും കറിയൊക്കെ എടുത്തിട്ട് ചായയൊക്കെ കൂടി കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ. ഇതൊക്കെ പാത്രത്തിൽ നിന്ന് ഒഴിച്ചു വെച്ചു കേട്ടോ. വൈകുന്നേരത്തേക്കും ഉച്ചത്തേക്കും ഉള്ളതൊക്കെ ആയിട്ട് അങ്ങനെ ഒഴിച്ചു വെച്ചു. പിന്നെ ഇതാ തലേദിവസം നമ്മൾ നുറുക്ക് വെയിലത്ത് വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയിലിട്ട് വറക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. താങ്ക്